നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവനെ കൊണ്ട് ദിവ്യയെ പൂവിട്ട് പൂജിച്ച് ദിവ്യയുടെ മുഖത്ത് ചന്ദനം തേക്കുന്നത് ഋതിക മാഡം വീഡിയോ എടുക്കണം. അത് ഞാൻ ഏറ്റു രാജു. ഓ അത് ശരി, അപ്പൊ അതാണ് പ്ലാൻ അല്ലേ? രാജു, നീ എന്നോട് കാണിക്കുന്ന കുറച്ച് ഓവറല്ലേ? നിനക്ക് കാശ് തന്നാൽ നീ സ്വീകരിക്കില്ലെന്ന് എനിക്കറിയാം. പറയ്, ഈ സീമന്തത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കാനായി ഞാൻ നിനക്ക് എന്ത് തരണമെന്ന് പറയ്, ഞാൻ തരാം. എന്നെ നിനക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കിക്കൂടെ രാജു? ഇതെന്താടി സംഭവം? ഇവൻ ഇങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് അംബികാമ്മയോട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഇത് ആ രാജു ഋതികയും ചേർന്നുള്ള ഗെയിമാണെന്നാ. ശരിയാ, അല്ലെങ്കിൽ ഇവനത് വേണമേ. നിന്നോട് ഇതിനു മുമ്പ് പറഞ്ഞു തന്നെയാ എനിക്കിപ്പോഴും പറയാനുള്ളത്. മര്യാദയ്ക്ക് വന്ന് സീമന്തത്തില് ദിവ്യയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളതൊക്കെ അവളുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രം അകത്തേക്ക് വാ. വരാൻ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒന്നുകൂടി നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ഒന്നും പറയണ്ട, ഞാൻ വന്നോളാം. അച്ഛാ, ദേ മോളിരിക്കെ. ഇരിക്കും. രാധേ, നിലവിളക്ക് കൊളുത്ത്. വേണുവേട്ടൻ തന്നെ കൊളുത്തിയാ മതി. മോൾ എഴുന്നേക്കാൻ പാടില്ല. ഈ നടക്കുന്ന പൂജയില് ദിവ്യാണ് സാക്ഷാൽ ദേവിക്ക് സമം. ഒരു ജീവനെ ഉദരത്തിൽ ചുമക്കുന്ന ദിവ്യ സാക്ഷാൽ പാർവതി ദേവിക്ക് സമാണ്. രാധമ്മേ, ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോ എന്നെ ക്ഷണിക്കാതിരുന്നത് ശരിയല്ല കേട്ടോ. അയ്യോ, ഞങ്ങളങ്ങനെ ആരെ ക്ഷണിക്കണോന്ന് വിചാരിച്ചതല്ല മോളെ. ദിവ്യയ്ക്ക് വേണ്ടി, അവളുടെ ചെറിയ സന്തോഷത്തിന് വേണ്ടി നടത്തുന്ന ഒരു ചടങ്ങ്, അത്രേ ഉള്ളൂ. അല്ല, ഇതാണോ ചെറിയ ആഘോഷം? ഒരുക്കങ്ങളൊക്കെ ഗംഭീരായിട്ടുണ്ടല്ലോ. ആ, സമയം വൈകിക്കണ്ട, ചടങ്ങ് നടക്കട്ടെ. ശരി മോളെ. രാധേ, ആ, ഭഗവാനേ, പ്രിയേ,
രാജു അവൻ വന്നില്ലേ? വന്നു, അകത്തിരിപ്പുണ്ട്. പിന്നെ അവനെന്താ ഇങ്ങോട്ട് വരാത്ര താമസം? വരും. അവനെ കൊണ്ട് ദിവ്യയെ പൂവിട്ട് പൂജിച്ച് ദിവ്യയുടെ മുഖത്ത് ചന്ദനം തേക്കുന്നത് ഋതിക മാഡം വീഡിയോ എടുക്കണം. അത് ഞാൻ ഏറ്റു രാജു. ഓ അത് ശരി, അപ്പൊ അതാണ് പ്ലാൻ അല്ലേ? ആ ദേ ദീപക് സാറ്. ഇതെന്തൊരത്ഭുതം. മനുഷ്യരുടെ മനസ്സ് മാറ്റാൻ ദൈവത്തിന് ദാ ഇത്ര സമയം മതി. ഈ ചെക്കൻ ശരിക്കും മാനസാന്തരം വന്നതാണോ? ദീപക്, നോക്കി നിൽക്കാതെ ദിവ്യക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേ. എന്ത്? എന്നോട് ഇങ്ങോട്ട് വരാൻ മാത്രല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോ എന്താ പുതിയ ഡിമാൻഡുകളൊക്കെ? നീ കൂടുതൽ പറയാതെ പറയുന്നത് അങ്ങ് അനുസരിക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അറിയാലോ, മറ്റേ റിപ്പോർട്ട്. വേണ്ട, ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി, ഞാൻ ചെയ്യാം. അംബിക മേഡം പറഞ്ഞതുപോലെ സീമന്തം മുടക്കുന്നത് ശരിയല്ല. പക്ഷേ ദീപക്കിനെ സേഫ് ആക്കണം. ഞാൻ ഇവിടെ ഉണ്ടായിട്ട് ഈ മണ്ടനെ ഇവരുടെ പ്ലാനിന് വിട്ടുകൊടുത്ത അംബിക മേഡം എന്തോർക്കും? ഋതിക മേഡം, ദീപക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാ അത് ചെയ്യാൻ പറ. മാഡം ഒന്ന് പറഞ്ഞു കൊടുക്ക്. ചടങ്ങനുസരിച്ച് ആദ്യം ദിവ്യയെ പൂവിട്ട് പൂജിച്ച് കവിളിൽ ചന്ദനം പൂശണം. എന്ത്? എന്താ ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? ചെയ്യാം, ചെയ്യാന്നേ. അമ്മേ, അതൊന്ന് കൊടുത്തേ. ആ ദാ സാറേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.